അയ്യോ അമ്പിച്ചാർലി ഈ വണ്ടിക്കാർ ആ വണ്ടി ഒഴിവാക്ക്. എനിക്കിവിടെ ഭൂമിയൊന്നുമില്ല സുഹൃത്തേ. ഈ ഏരിയ ഒന്ന് മാറ്റി പിടിക്കോ? ഹലോ ബേണിംഗ് ബ്ലേഡാ നിങ്ങളാ? എന്നെ പിറ്റ് ചെയ്തടാ സാധനം പിള്ളേരാടാ. ഹാക്കേഴ്സ് ഹാക്കേഴ്സ് ആണോ അല്ലേ? ട്രിപ്പിൾ എക്സ് വേഴ്സസ് എച്ച്എഫ്. എന്താ സെൻസസ് എടുക്കാൻ വന്നതാണോ? സെൻസസ് എടുക്കാൻ വന്നതാണോ? കേക്കുന്നില്ലേ? എനിക്ക് കേക്കണ്ട ബ്രോ, എനിക്ക് കേക്കണ്ട. നീ കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ കേക്കണ്ട, കാര്യം കഴിഞ്ഞില്ലേ? നീ കേക്കണ്ടാ. ദേ പോണ് ബ്രോ. പേരറിയണ്ടേ ബ്രോ? അല്ല, ഏതൊരുത്തിന് പേരറിയണമെന്ന് പറഞ്ഞല്ലേ? ഏതൊരു മൊണ്ണക്ക് പേരറിയണമെന്ന് പറഞ്ഞല്ല ഇതില്. അയ്യോ ബ്രോ, ഞാൻ നിന്നെ കണ്ടിട്ടാ പറഞ്ഞ, മനസ്സിലായോ മൊണ്ണേ? എടാ എച്ച് മൊണ്ണേ, നിന്നോട് എന്ത് എന്താ ബ്രോ? സൈഡില് ഹാക്കേഴ്സ് ഉണ്ടോ? അതെന്താ ബ്രോ? ചത്താ തീരുങ്ങി കൊന്നേരാ. നീ തൊലിക്കും. പോടാ, എനിക്ക് വല്ല പോട്ടെ. അവൻ തൊലിക്കാൻ വന്നിരിക്കണം. ബ്രോ എന്റെ പേര് TVS സ്നൈപ്പ്. ഇത് TV ഓക്സ്. എന്ത് പറ്റി? എന്ത് കഴപ്പാ? നിനക്കെന്താ? നീ തീർത്തരാം. നീ തീർത്തന്നിട്ടോ? ഓ തീർക്കടാ നീ. എന്ത് പറ്റി? അത് ശരിയാ. പണ്ട് ടുട്ടുപോനുണ്ടായപ്പോ നമുക്ക് എതിരാളികളായിരുന്നു. ഇപ്പൊ വലിയ എതിരാളികൾ. ഇപ്പൊ ഇല്ല. ഇപ്പൊ വെറും തീട്ടങ്ങളാ. വെറും തീട്ടങ്ങളാ. എന്തോ ബ്രോ റെഡ് ഉണ്ടാ? റെഡ് നിങ്ങളുടെ കൂട്ടിട്ട് റെഡില്ല ബ്രോ. റെഡില്ലേ? ഒരു റെഡ് മുടിയുള്ള ആള്. ആ, ഒരു റെഡ് മുടിയുള്ള, എന്താ പറയാ, നീട്ട മുടിയുള്ള ഒരു പുള്ളി. എന്തിനാ ബ്രോ? അല്ല, സംസാരിക്കാനാ ബ്രോ. അല്ല, എന്തോ കാണിക്കാന്ന് പറഞ്ഞിട്ട് പോയവരാ. അതാ ചോദിച്ചത്. ഒന്ന് കാണിക്കാൻ വേണ്ടി വിളിക്കാം. എന്തോ കാണിക്കാൻ, എന്തോ ചെയ്യാൻ. അതല്ല അവനെ വിളിക്കണത്. അതെന്തോ കാണിക്കാന്ന് ചോദിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത്. അല്ല, നമുക്കൊന്നും അറിയണമല്ലോ ബ്രോ. ബ്രോ ബുദ്ധിയുള്ള ആരെങ്കിലും വിളിക്കോ ഗാങ്ങില്? എന്തോ പറയണ എടാ, നിന്റെ ഗാങ്ങില് ബുദ്ധിയുള്ള ആരെങ്കിലും, സംസാരിക്കാൻ ബുദ്ധിയുള്ള ആരെങ്കിലും ഒന്ന് വിളിക്കോ പുറത്തേക്ക്? നീ ഏതാ? നിന്റെ കൂട്ടത്തിലുള്ള മൊണ്ണങ്ങളോട് പറയണം പ്രശ്നം എന്തുവാന്ന്. അണ്ണൻ മാസം ഇറക്കണളിയാ. അണ്ണൻ എന്തുവാടാ? എന്താണ്? എന്തായിക്കോട്ടെ. എടാ, നിന്റെ കൂട്ടത്തിലുള്ള റെഡ് മുടിയുള്ളവനെ വിളിക്കാൻ. എടാ, നിന്റെ കൂട്ടത്തിലുള്ള റെഡ് മുടിയനെ വിളിക്കാൻ. നിനക്കത് പറ്റത്തില്ലേ? ചോദിച്ചോടാ ഒരാളോട്. എടാ, നിനക്കത് പറ്റത്തില്ലേ? ഹലോ, നിനക്കത് പറ്റത്തില്ലേന്ന്? എടാ, നിന്റെ കൂട്ടത്തിലുള്ള റെഡ് മുടിയുള്ള ആളെ വിളിക്കാനാ പറഞ്ഞത്. എടാ, അവനോട് നേരിട്ട് സംസാരിക്കാനല്ലേ വിളിക്കണത്. എന്ത് അവന്മാരോ ഗ്യാങ്ങോസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കണം. നീ എന്ത് ഇരുന്ന് പറയണത്? ബ്രോ, ഇവിടെ നീട്ട മുടിയുള്ള 2-3 പേരുണ്ട്. റെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് പോലും അറിയില്ലെങ്കിൽ പിന്നെ ബ്രോ എന്ത്?
എടാ ഇനി നമ്മ നിന്റെ ഗ്യാങ്ങിലുള്ള നമ്മുടെ പേര് നോക്കി നമ്മള് പേര് നോക്കി ഇറക്കാം. നമ്മളെന്ത് സെൻസസ് എടുക്കണം. നീ എന്ത് ചെയ്യുന്നു പറയണം. അയ്യോ അയ്യോ കൊണക്കണ് ആര് കൊണക്കണ്. അത് സംസാരിച്ച അത് സോൾവ് ചെയ്ത്. എന്താണ് എന്റെ പൊന്നു ബ്രോ മുതുക്കി വെച്ച് സിറ്റുവേഷൻ ഉണ്ടായമാരൊന്ന് വിളിക്കോ സംസാരിക്കേ. എടാ നിനക്ക് റേഡിയോ ഇല്ലേ? എന്തൊക്കെ അറിയണം ഇവന്മാർക്ക്? എല്ലാം അറിയണം ബ്രോ. നീ ഏതായി നീ ആരായി നീ? എടാ ഒന്നാ ബ്രോ എന്റെ നീ ആരായി നീ? ഫസ്റ്റ് അമ്പി മറ്റേത് രണ്ടാമത് മറ്റേത് അമ്പിക്കുട്ടന്മാരാ ബ്രോ. ബ്രോ കാവൽക്കാരനാണോ? കാവൽക്കാരനാണ് ബ്രോ. ബ്രോ കാവൽക്കാരനാണ്. സെക്യൂരിറ്റി ആണെന്ന് ആരും പുറത്തേക്ക് വിടൂല. കയറ്റി ഞാൻ ഡ്രസ് ഇല്ലേ? ഞാൻ ഡ്രസ് ഇടണ ചട്ടി ഇടണമെന്ന് നമ്മള് തീരുമാനിക്കും. മനസ്സിലായില്ലേ? നിനക്ക് ഇടണേ നീ അത് നോക്കിയിരിക്കണം. മനസ്സിലായില്ലേ? നേരെ വിളിച്ചിട്ട് വലിയ അമ്പിയായിരുന്നല്ലോ. ഇന്ന് എന്ത് പറ്റി? വലിയ കോണ. പിന്നെ നീ അയ്യോ എങ്കിൽ അമ്പി കളിക്കാൻ വരല്ലേടാ. നീ അങ്ങനെ തന്നെ ഇരിക്കണം. ടീഷർട്ട് കാണുന്ന ഇന്ന് നിനക്ക് വല്ല വേണ? ഇന്നുള്ളി ചട്ടി ഇട്ടിട്ടുണ്ടെന്ന് നിനക്ക് അറിയണ? എന്ത് അറിയണ നിനക്ക്? വല്ല വേറെ വല്ലതും അറിയണ? അപ്പക്കുഴിയാ? കിണറുള്ള ഇവനാണ് സംസാരിക്കണത്. ആൾക്കാരെ വിളിക്കണേ. നമ്മളത് അവന്മാരെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് ഉണ്ട്. ഗ്യാങ്സിന്റെ ഫ്രണ്ട് ഉണ്ട്. നീ അവിടെ സംസാരിച്ചോണ്ടിരിക്കണോ? നമ്മള് സംസാരിക്കാൻ അവൻ അയ്യോ 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 ദേ അമ്പി വേണം. അമ്പി അടുത്ത അനിയൻ സിനിമയില് രണ്ടാമത് HF. ബ്രോ ഒന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രണ്ടെണ്ണം കാണിക്കാന്ന് പറഞ്ഞത്. ഒന്ന് കാണിക്കാൻ പറഞ്ഞത്. ബ്രോ ഈ മൊണ്ണേനെ ഒന്ന് വിളിച്ചോണ്ട് പറ. കൊറേ നേരമായിട്ടിരുന്ന് മൊണ്ണത്തരം പറഞ്ഞോണ്ടിരിക്കുക. ബുദ്ധിയുള്ള ആരെങ്കിലും ഇവരെ പിടിച്ചോണ്ടോ? ബുദ്ധിയുള്ള ആരെങ്കിലും വിളിക്കും. ബ്രോ ബുദ്ധിയുള്ള ആരെങ്കിലും വിളി. ബുദ്ധിയുള്ള ആരെങ്കിലും വിളി. ഈ പുള്ളിനെ മാറ്റി നിർത്തി. കൊറേ നേരമായിട്ട് ബുദ്ധിയിലായി വീണ്ടും മാസ്റ്റർ. എടാ നിന്റെ കൂട്ടത്തിലുള്ള ബുദ്ധിയുള്ളവർ ഇന്നലെ ഒന്ന് സംസാരിച്ചതുണ്ടായിരുന്നു. അമ്പികള് മനസ്സിലായില്ല? അമ്പികള് എടാ അമ്പികള്. എടാ നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇന്നലെ അങ്ങനെ സംസാരിക്കാൻ മനസ്സിലായി? അമ്പികളെ അയ്യോ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ താല്പര്യമില്ല അല്ലേ ഓക്സി? എനിക്ക് എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ താല്പര്യമില്ല. നമുക്കറിയോ ബ്രോ? ചുമന്ന മുടിയുള്ള നീട്ടിയെടുത്ത അതെന്നെ അളിയ നീ അവിടെ പോണ സ്ഥലം പറയടാ അങ്ങോട്ട് വരട്ടെ. എടാ അമ്മരെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിലടാ ബാല. അത് മറ്റേ SRRന്റെ അവിടെ ഇല്ല? SRRന്റെ ഇവിടെ ഇതില്ല. ഈ മൊണ്ണേനൊന്ന് മാറ്റി നിർത്തളിയ. കൊറേ നേരം ഈ മൊണ്ണെന്തോ മൊണ്ണത്തരം പാതി പ്രശ്നം. ഇത് വീട്ടിലുള്ള പോടാ. എനിക്കല്ല ഇത് കോമഡി പറയണല്ലേ ഇവര് ഇരുന്നിട്ട്. കുടുംബത്താരുമില്ലേ? എന്ത് കുടുംബം ബ്രോ? ബ്രോ വലിയ കുടുംബം ഉണ്ടായവരല്ലേ ബ്രോ നിങ്ങള്? ബ്രോ വലിയ കുടുംബം ഉണ്ടായവരല്ലേ ബ്രോ നിങ്ങള്? വലിയ കുടുംബം ബ്രോ. വലിയ കുടുംബം. ഓക്സി വലിയ കുടുംബം വരുന്നത്. അറിയപ്പെട്ട കുടുംബം വരുന്നത്. എടാ എന്താണ് ചാറ്റ് ഓഫ് ചെയ്തിട്ടിരിക്കണോ? ചാറ്റ് ഓഫ്. അല്ല നമുക്ക് അവന്മാരോട് സംസാരിക്കണം. അവന്മാരില്ലേ? നിങ്ങളെന്ത് റോബറിയാ? അല്ലേ ചാർലി മറ്റേ നേരത്തെ പറഞ്ഞ പൊത്തിയിൽ ഒളിപ്പിച്ചിരിക്കുന്നു. നമ്മളെ വന്ന് ചാർലി മാസ്റ്റർ ഒക്കെ ഉണ്ട്. ചാർലി മാസ്റ്റർ പറയുന്നു കേക്കടാ ഓക്സി. ചാർലിന്റെ മാസ്റ്റർ
ഇല്ല ബ്രോ നമ്മള് മര്യാദക്കല്ലേ ബ്രോ സംസാരിക്കണം. ബ്രോ നമ്മടുത്ത് വന്ന് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. എന്റെ കൂട്ടത്തിൽ ആ രണ്ടുപേരും നമ്മടുത്ത് വന്ന് സംസാരിക്കും ഇങ്ങനെയല്ല, മനസ്സിലായ? അതുകൊണ്ടാണ് നമ്മളിവിടെ അല്ല നമുക്കിപ്പോ അവൻ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചിട്ട് നിങ്ങളുടെ കോ ലീഡർ ഇതിലാരാ മെയിൻ ആരാ? ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണ ആളാണ്. നമ്മൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലെ നമുക്കൊന്നും നിന്റെ അടുത്ത് വലിയ മാന്യതൊന്നും ഇല്ല, അതായത് നിങ്ങൾ മനസ്സിലാക്കി. അമ്പിച്ചാർലി വന്നിട്ട് അയ്യോ 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 അമ്പിച്ചാർലി 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 അയ്യോ അമ്പിച്ചാർലി സ്നൈപ്പിനെ കൊന്നാടാ, സ്നൈപ്പിനെ കൊന്നേ എന്നിപ്പോ കിടക്കട അത്തിയിട്ട് അവന് കുറെ നേരം അല്ലേ നീ കിടന്ന് നിന്റെ അടുത്ത് ഒരു വട്ടം മര്യാദക്ക് പറഞ്ഞു കേട്ടാ. ഇത് താറാവിന്റെ കൂടല്ല അറിയുന്നില്ല ഞാൻ പറഞ്ഞ താളം. ഓടാ തീട്ടവേ താറാവേ. അയ്യോ ഇന്നത്തെ ആദ്യത്തെ മരണാശി ഇതെങ്ങനെയാടാ റീസ്പോണ്ട് അടിക്കണേ? ഹലോ 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 ബ്രോ ഇതെന്താ വണ്ടി പൊട്ടിച്ചേക്കുന്നത്? ഇതെന്ത് പറ്റിയതാ? ഹലോ അല്ല നിങ്ങളുടെ വീടിന് ഇവിടെ അല്ലേ? നിങ്ങളിപ്പോ എന്തിനാ? അല്ല നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എടാ നിക്ക് സ്നൈപ്പിനെയും മറ്റവനെ കൊന്നേക്കുന്ന കേട്ടോ. നമ്മളിവിടെ ഉണ്ട്. വെയിറ്റ് ആക്കുക, വരണ്ട. ഹലോ ബ്രോ ബ്രോ ഒന്ന് കേട്ടോ ബല ബ്രോ നിങ്ങളുടെ ലീഡർ ആരെങ്കിലും ഉണ്ടോ? ബ്രോ ഞാൻ കോളീഡറാണ്. ചുമ്മാ അവിടെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ബ്രോ. അപ്പൊ കൊറേ നേരിട്ട് ഇങ്ങനെ അമ്പിന്ന് വിളിക്കുന്നു, കൊറേ വെറുതെ ചുമ്മാ അവിടെ സംസാരിച്ചോണ്ടിരിക്ക. വെറുതെ വന്നിട്ട് ഇങ്ങനെ അമ്പിന്ന് വിളിക്കുന്നു, വെറുതെ വന്നിട്ട് ചാർലി അമ്പി ആണെങ്കിൽ മണ്ടനാണ് പൊട്ടനാ, കൊറേ നേരത്ത് നിന്ന് ട്രിഗർ ചെയ്യുന്നു ബ്രോ. കൊറേ നേരിട്ട് അവിടെ നിന്ന് ഒരു മിനിറ്റ് സംസാരിക്കോടാ. കൊറേ നേരം ട്രിഗർ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു പ്രോ എന്ന് പറഞ്ഞാൽ മറ്റേ വണ്ടിയുടെ ടാങ്ക് അടിച്ചപ്പോ വീണ്ടും അമ്പി എന്ന് വിളിച്ചപ്പോ അടിച്ചിട്ടത്. അല്ല ഒരു സെക്കൻഡ്. ഹലോ ഹലോ നിന്റെ അടുത്താണ് ചേച്ചി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് കുറച്ച് നേരത്തെ ഞാൻ വന്നിട്ട്. ഒരു സെക്കൻഡ്, ഈ വണ്ടിയിലാണാ ബ്രോ? എന്തോ സോൾവ് നിങ്ങൾ സംസാരിച്ച സോൾവിങ് അല്ലായിരുന്നല്ലോ. നിനക്കറിയോ അത് കണ്ട നീ അവിടെ സംസാരിക്കണത്? നീലമുടിയുള്ള ബ്രോ ഉണ്ടായിരുന്നോ? ബ്രോ അവിടെ ഉണ്ടായിരുന്നോ? മുതുകിലുണ്ടായിരുന്നോ? ആ അത് നമ്മളതാണ് പറഞ്ഞത്. അപ്പൊ ബ്രോ ഇല്ലല്ലോ, തുടങ്ങിയത് എങ്ങനെയാന്ന് ബ്രോയ്ക്ക് അറിയത്തില്ല. പിന്നെ അച്ഛനാ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്ത് തന്നെയാണല്ലോ, അത് ചെയ്തെന്ന് പറയാനുള്ള ഒരു ഉറപ്പ് നോർമലി എല്ലാരും കാണിക്കണം. അത് കാണിക്കണം. അല്ലല്ല ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങളുടെ ഗ്യാങ്ങിൽ രണ്ടുപേരുടെ നിപ്പുണ്ടായിരുന്നു. ചേച്ചി അച്ഛനെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു ഇവിടെ. അവൻ പറഞ്ഞു അവനൊന്നും അറിഞ്ഞൂടാ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ, അവ ഒന്നും കണ്ടില്ല, അവൊന്നും അറിഞ്ഞില്ല. ഓ നോർമലി നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഗ്യാങ് മെമ്പറിന്റെ അടുത്ത് ചോദിക്കുമ്പോ അവന്റെ കൂടെ ഉള്ളടുത്ത് അവർ റേഡിയോയിൽ ചോദിക്കണമല്ലോ. എന്റെ പേര് ചന്ദ്രൻ എന്നാ.
ഞാൻ ടീവരെ കൊല്ലിടാ. ഞാൻ കുറെ വട്ടം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അതായത് അവോയ്ഡ് ചെയ്യാനായിട്ട് ബ്രോ അതിന്റെ സീനില്ല ബ്രോ. ഈ കാര്യം നമുക്ക് ഡീൽ ചെയ്യാം ബ്രോ. ഈ കാര്യം നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. ഞാൻ പറഞ്ഞതല്ല, ജസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തെന്ന് പറയാനുള്ള ഒരു ഉറപ്പ് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? ഭയങ്കര നിങ്ങള് ബ്രോ മുതുക്കിൽ ഇല്ലായിരുന്നു. അപ്പൊ തുടക്കം എന്താന്ന് ബ്രോക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ ബ്രോയെ സംസാരിച്ചിട്ട് കാര്യമാണ്. എന്നാ ബ്രോ എന്ന് പറഞ്ഞ കേക്കട്ടെ. ബ്രോ നമ്മള് മര്യാദക്ക് ആ മറ്റേ മുതുക്കിലാകെ അറിയാലോ, ഒരു എൻട്രൻസ് ആണുള്ളത് കയറിപ്പോനെ വരെ. ആ നമ്മൾ അതുവഴി പോകുമ്പോ ഇറങ്ങുമ്പോഴും അവിടെ കൂടെ നടക്കുമ്പോഴും ചിലപ്പോൾ വണ്ടി തട്ടിന്നിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിവിടെ ബാക്ക് പൊതുവെ ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല. ഇനിയിപ്പോ പറഞ്ഞാൽ തന്നെ ബ്രോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചിട്ട് നമ്മൾ പോകും. മനസ്സിലായ? ആ ഇതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ഈ തട്ടി മുട്ടിയെന്ന് പറഞ്ഞാൽ അതും ഇതും എന്തൊക്കെയോ പറഞ്ഞ ഇവിടെ കൊണയായത്. എനിക്ക് അതറിയാം. അത് കഴിഞ്ഞ് നിങ്ങളെന്ത് പറഞ്ഞപ്പം? അതുകൊണ്ട് ബാക്കി എന്തൊരു നടന്നേ? അപ്പൊ ബ്രോ അല്ലേ പറഞ്ഞ അറിയാവുന്ന, എന്നിട്ട് നിനക്ക് അറിയത്തില്ല, നീ ചോദിക്കണം. ബ്രോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് സംസാരിക്കേ. ഇപ്പൊ അറിയാത്തവരെല്ലാം ചന്ദ്ര ഇവരൊന്നും ചെയ്തിട്ടില്ലെന്ന് അവര് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാം, കണ്ണും പൂട്ടി വിശ്വസിക്കാം. ചന്ദ്ര ബാബാ അത്രേ ഉള്ളൂ. കണ്ണും പൂട്ടി വിശ്വസിക്കാൻ വേണ്ടിട്ട്. കൊള്ളാം സൂപ്പർടാ, കൊള്ളാം. അത് നമ്മളെ കേൾപ്പിക്കാനാണ് ഓടിച്ചെന്ന് സംസാരിക്കുന്നത്. എന്നാ എന്റെ ചെവിക്കകത്ത് കയറിയില്ലടാ. ബാല എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടാ. ബാല ഒട്ടിക്കോ? ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ ഒരു കഴിവില്ലാത്ത ഒരു പുണ്ട ഉണ്ടല്ലോടാ ഇവിടെ നിക്കായിരുന്നേ. അവന്റെ അടുത്ത് ചോദിച്ചാൽ എന്താ സംഭവം, അവനൊന്നും അറിഞ്ഞൂടാന്ന്. അത് കണ്ടാ ബാല നീ സംസാരിച്ച? അവൻ ആരാവൻ? സംഭവേ അവര് എനിക്കൊന്ന് സ്നൈപ്പോക്സി ഹോസ്പിറ്റലിലേക്ക് റേഡിയോ ഇല്ലെന്ന് തോന്നുന്നു. റീസ്പോൺ അവര് കത്തിച്ച് കിട്ടാട്ടാ. കത്തിച്ച് ചെയ്തെന്ന് പറയാനുള്ള ധൈര്യം പോലാത്ത പുണ്ടച്ചെടുത്താണ് പോയി വള്ളി എടുക്കുന്നത്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടോടാ, കുറ്റം പറയണല്ലോടാ. എന്തിനാടാ ഈ വെറുതെ അമ്മരെ ഫ്രണ്ടിൽ പോയി ചാടി കൊടുക്കണേ? ചന്ദ്രൻ നമ്മള് സംസാരിക്കുമ്പോൾ ചന്ദ്രനോട് പറഞ്ഞില്ല അവിടെ സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവിടെ പോയി ചാവണേ? നമ്മളില്ലേ, നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. രണ്ടുപേരായിട്ട് പോയിട്ട് സംസാരിക്കാൻ പോണെന്തിനാ? രണ്ടുപേര് വരുമല്ലേ ബാക്കിന്ന്? ഇല്ല, നമ്മളവിടെ വന്നോണ്ടിരുന്നപ്പോഴേ ചന്ദ്ര ഇവര് ചോദിച്ചായിരുന്നു സംസാരിക്കാൻ. നമ്മള് അല്ലടാ ഞാൻ വേണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോ ഇങ്ങനെ കൊല്ലുമെന്ന് അറിഞ്ഞൂടെ, ഇങ്ങനെ കൊല്ലണ ഇതിൽ പോയിട്ട് നിന്നോടുക്കില്ല. അവര് എത്ര പേരൊന്നുണ്ടായിരുന്നുണ്ടോ അവിടെ? അവര് അത്ര പേര് നമുക്ക് ഭയങ്കര ശോകോടെ ചത്തിരി നിങ്ങളൊക്കെ ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും പോയി കാണണേ. അല്ല ചന്ദ്ര നമുക്ക് കൊടുക്കാല്ല ചന്ദ്ര, അത് കുഴപ്പമില്ല ചന്ദ്ര. അത് അല്ല ഈ സംഭവം പറഞ്ഞാൽ നിങ്ങളെ കൊന്ന് നിങ്ങളെ അമ്മമാര് സംസാരിക്കാൻ പോയപ്പോഴത്തേക്കും അതില് അവിടെ നമ്മള് പോയി ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം നീ എനിക്ക് റെഡി കോൾ വന്നില്ലേ ഇതുപോലെ ഇവൻ അടിച്ചെന്ന്. ലൈക്ക് ഓക്സി കോൾ വന്നായിരുന്നു നിന്നെ അടിച്ചെന്ന്. അന്നേരം സ്നൈപ്പിനെ ആദ്യം അടിച്ച നിങ്ങളത് സംസാരിച്ചപ്പോഴാണ് അവർ അടിച്ചു തന്നത്. ഈ ഗാണിങ് ഫെയർ അവന്മാര് തന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം നമ്മളിപ്പോ ചോദിക്കാൻ പോയപ്പോ എന്ന് പറഞ്ഞാൽ അവന്മാർ ആദ്യം ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ കോൾ ലീഡർ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെന്തോ സംസാരിച്ച് നിങ്ങളെന്തോ ചാർലീൻ്റെ ഇതാക്കിയിട്ട് എന്തൊക്കെ ആണെന്ന് പറഞ്ഞ് അന്നേരം അടിച്ചെന്നൊക്കെയാണ് അങ്ങനെയാണ് പറഞ്ഞത്. അവര് മുട്ടൻ ഊക്കലും പരിപാടിയൊക്കെ ആയിരുന്നു അവിടെ. എന്ത് ചെയ്യട്ട് പയ്യന്മാരുണ്ടാ? നോക്ക് വലിപ്പം കൂടെ തീരണില്ലല്ലേ. ഡ്രോപ്പ് നമ്പർ ബിലാൽ ജോൺ കുരിശിങ്കൽ. ഡ്രോപ്പ് നമ്പർ ആയിട്ടായിരിക്കും നമ്മൾ അവനെ അടിച്ചിട്ടിരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ രണ്ടുപേരെ കൊന്നിട്ട് അവന്റെ ഡ്രോപ്പ് നമ്പർ അവന്റെ അച്ഛന്റെ മൂട്ടി കൊണ്ടുവെക്കാൻ പറഞ്ഞു. ലൗഡ് സ്പീക്കർ ഉണ്ട്. ഹലോ ഹലോ ബ്രോ, ഞാൻ HF ന്നാണ്, ബിലാലാണ്. പറഞ്ഞോ ബ്രോ. ഇപ്പൊ നമ്മൾ തമ്മിൽ ചെറിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ സംസാരിച്ചു. സിറ്റുവേഷൻ അല്ല, കൊന്നതല്ലേ ബ്രോ രണ്ടുപേരെ?
ആ അതെ അതെ പറഞ്ഞോ എന്താ കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ നമ്മൾ ചെയ്തോളാം ബ്രോ. അത് എപ്പോഴാ എവിടെ വെച്ചാന്നൊക്കെ നമ്മൾ നോക്കിക്കോളാം. അത് ചോദിക്കാനാണ് നമ്മള് ചോദിച്ചോളാം. എടാ ഇവന്മാരെ നമ്മള് പയ്യന്മാര് കയറുന്ന ദിവസം ഇവന്മാര് മെറ്റയടിക്കും. ഉറപ്പായിട്ട് മെറ്റയടിക്കും. എന്തായാലും മെറ്റയടിച്ചിട്ട് തന്നെ അവന്മാര് ഉണ്ടാക്കത്തുള്ളൂ. ഇവന്മാരൊക്കെ ഇവന്മാര് കാണിച്ചുള്ളതിന് നമ്മൾ എന്തായാലും അവന്മാരെ കൊടുക്കും. ഇന്നിപ്പോ നമുക്കറിയാലോ, ഇന്നിപ്പോ നമ്മള് ഇന്ന് നമ്മള് ആളില്ല, ആള് കുറവാ. മാക്സിമം ആൾക്കാരില്ല. രണ്ടുപേര് ഇവന്മാർക്കും കയറാൻ പറ്റത്തില്ല. വെറുതെ എടാ ആളും ഇല്ലാണ്ട് വെറുതെ എന്താ കാണിക്കാൻ. ഇതിന്റെ പേരിൽ ഇനി സംസാരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അലമ്പാവും. വെറുതെ ഡാനും മാച്ച് ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് പിന്നെ സിറ്റുവേഷൻ നോക്കുന്നത്. കൊടുക്കാം. കിട്ടിയ പോലെ എന്ന് പറയാൻ മറ്റേ വെറുതെ എന്നപ്പോ അടിച്ചു കൊടുത്തല്ലേ. അതിന് കിട്ടിയ പോലെ എന്ന് പറയാനായിട്ടൊന്നും ഇല്ല. കൊടുക്കാനേ ഉള്ളൂ. നമുക്ക് കൊടുക്കാം.